പടക്കാൻ കാരണക്കാരന് കൊടുത്ത അതിമഹത്തായ ഒരു സമ്മാനം, അതാണ് നിസ്കാരം. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനേക്കാളും മീതയാണ്, എല്ലാറ്റിനേക്കാളും ഗൗരവമുള്ളതാണ്. റജബ് 27 നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. ജീവിതത്തിലുടനീളം നിസ്കാരത്തെ ഞാൻ മുറുകെ പിടിക്കുമെന്ന ഒരു പ്രതിജ്ഞ പുതുക്കാൻ നമുക്ക് സാധ്യതമാകണം. സഹീഹുൽ ബുഖാരി ഈ സംഭവം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചരിത്ര വിശകലനത്തിന്റെ അവസരമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കണം. പിന്നെ നാളത്തെ പകൽ, അന്നത്തെ പകല് ദിവസത്തെ നോമ്പനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പൂർവകാല പണ്ഡിതന്മാരുടെ, സ്വഹാബികളുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നബിത്തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിവായത്ത് ഇങ്ങനെയാണ്: റജബ് 27 നോമ്പനുഷ്ഠിക്കുകയും നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനാ നിരതനാവുകയും ചെയ്താൽ 20 കൊല്ലത്തെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ്. എത്ര മനോഹരമായ വാക്കാണത്! നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ അനേകം പാപങ്ങൾ സംഭവിക്കുന്നവരാണ്. അത് പൊറുക്കപ്പെടാൻ ചില അവസരങ്ങളെ അല്ലാഹു തആല നമുക്ക് തരും. അതുകൊണ്ട് ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മഹാനായ ഗൗസുൽ ആലം അഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തന്റെ ഗുനിയത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി ഈ ദിവസത്തിൽ റജബ് 27 നോമ്പനുഷ്ഠിക്കുന്നതിന്റെ മഹത്വത്തെ പരാമർശിക്കുന്നുണ്ട്. ഇമാം ജൗസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഹദീസ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. മൻ സ്വാമ യൗമ 27 മിൻ റജബിൻ, റജബ് 27 ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ കുതിബ ലഹു സിയാമു 60 ശഹ്റൻ, അയാൾക്ക് 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. വഹുവൽ യൗമുല്ലദി നുസില ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർരിസാലത്തി അവ്വൽ യൗമിൻ ഹബത ഫീഹി. മനോഹരമായ വാക്കാണ്. റജബ് 27 നോമ്പനുഷ്ഠിക്കാൻ ധാരാളം തെളിവുകൾ ഇനിയും നമുക്ക് കാണാൻ കഴിയും. ഇമാം ജൗസി തങ്ങളുടെ അൽ മുൻതളം ഫി താരീഖിൽ ഉമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ ഉദ്ധരണി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നാളത്തെ ദിവസത്തെ ആദരിക്കണം. അള്ളാഹു ആദരിക്കുന്നതിലൂടെയാണ് നമ്മളുടെ സ്വർഗം നമുക്ക് കരഗതമാകുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ പ്രതിപാദിക്കുകയാണ്. ഇന്ന് ജനുവരി മാസം 26. ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ നമ്മളുടെ രാജ്യം റിപ്പബ്ലിക്കായതിന്റെ ആഘോഷ സുദിനമാണ് ഇന്ന്. നമ്മുടെ രാജ്യത്ത് ധാരാളം ആഘോഷ പരിപാടികൾ ഇത് സംബന്ധമായി നടന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട് അതിന്റെ വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. 1950 ജനുവരി 26 അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത? ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും മനോഹരമായ ജനാധിപത്യപരമായ മതേതരത്വപരമായ ലിഖിത ഭരണഘടനയുള്ള ഏക രാഷ്ട്രമാണ് ഇന്ത്യ. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മളുടെ മതേതരത്വത്തിന്റെ വിഷയത്തിൽ, ജനാധിപത്യത്തിന്റെ വിഷയത്തിൽ ആത്മാഭിമാനം കൊണ്ടവരാണ് നമ്മൾ. വൈദേശിക അധിനിവേശ ശക്തികൾ ഇന്ത്യയെ കീഴടക്കാൻ വന്നപ്പോ അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ ഏകോദര സഹോദരങ്ങളായി നമ്മുടെ പൂർവസൂരികൾ അടരാടി നേടിയതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഇന്ന് ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലിരുന്ന് രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെപ്പോലും പിച്ചിച്ചീന്താനുള്ള, അതിനെപ്പോലും വ്യഭിചരിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ SKSSFന്റെ മനുഷ്യജാലിക എന്തുകൊണ്ടും ശ്രദ്ധേയമാവുകയാണ്. നമ്മൾ ഉറക്കെ പറയുന്നത് ഈ ഇന്ത്യ നിലനിൽക്കണമെന്നാണ്. ഇന്ത്യ അതിന്റെ പൂർവകാല പാരമ്പര്യത്തോടുകൂടെ നിലനിൽക്കണം. മതമോ ജാതിയോ വർണ്ണമോ ദേശമോ ഭാഷയോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളായി രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി ഇന്ത്യ എന്ന വികാരത്തിൽ മുന്നോട്ട് പോകണം.
നമ്മളെ പൂർവികർ അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിനെ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അത് പിച്ചിച്ചീന്താൻ മതേതര ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെയുള്ള ശബ്ദമുയർത്തൽ കൂടിയാണ് നമ്മുടെ മനുഷ്യജാലിക. എല്ലായിടങ്ങളിലും നമ്മളത് വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സൗദി അറേബ്യയിലെ SICയുടെ നേതൃത്വത്തിൽ സൗകര്യപ്രദമായൊരു ദിവസം നോക്കി ഒത്തുചേരുമ്പോൾ നമ്മൾ കൂട്ടമായി നമ്മളതിൽ പങ്കാളികളാകണം. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനെതിരെ വരുന്ന സകല ഫാഷിസ്റ്റ് ശക്തികളെയും തകർക്കുന്നതിൽ ഞങ്ങൾ നിതാന്ത ജാഗ്രതയിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ സംസാരമായതുകൊണ്ട് വിഷയത്തിന്റെ വിശാല ഭാഗങ്ങളിലേക്ക് പോകുന്നതിൽ പരിമിതിയുള്ളതുകൊണ്ട് ഇൻഷാ അള്ളാഹ് കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് രാജ്യത്ത് നടക്കുന്ന ഏതേത് വിഷയങ്ങൾക്കും മതം നോക്കി വിധി നിർണയിക്കുന്ന കാലത്ത് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ കുറ്റവാളികളുടെ മതം നോക്കി നീതി നിർണയിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജാഗ്രതയോടെ രാജ്യത്തിനു വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അതിന് മനുഷ്യജാലികയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടെ ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തി പരിശുദ്ധമായ ഇന്നത്തെ രാവ് നമുക്ക് പ്രാർത്ഥനാ നിർഭരമാകണം. ഇന്നത്തെ രാവ് നമ്മൾക്ക് ആരാധനാ നിമഗ്നമാകണം. നാളത്തെ പകൽ നമ്മൾ നോമ്പുകാരാകണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഈ അനുഗ്രഹീത രാവും പകലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു